بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സർവശക്തനായ അല്ലാഹു തആല. നമ്മളീ ഒരുമിച്ചിരിക്കുന്നത് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിന് ശേഷം നമ്മുടെ പഠന ക്ലാസ് അൽഹംദുലില്ലാ ഇന്ന് ആരംഭിക്കുകയായി. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താനും അറിയാത്തത് പഠിക്കാനുമാണ് ഇതുപോലെയുള്ള വേദികൾ നാം ഉപയോഗപ്പെടുത്തുന്നത്, അതല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടത്.
നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് മുതൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനും ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നത്. അർഹമുർ-റഹീമീനായ നാഥൻ നാം കേൾക്കുന്നതൊക്കെ കഴിയുന്നതും നമ്മുടെ പ്രാവർത്തിക തലങ്ങളിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. ഈ മതത്തിലെ എല്ലാ നിയമങ്ങളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളൊക്കെ. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ അതിൽ നിന്ന് അകന്നു നിൽക്കാനും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുമാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ മനുഷ്യൻ്റെ വികാരങ്ങളെയോ മനുഷ്യൻ്റെ വിചാരങ്ങളെയോ ആഗ്രഹങ്ങളെയോ ഇസ്ലാം ഒരു നിയമം കൊണ്ടും തടസ്സമായി നിൽക്കുന്നില്ല. മറിച്ച് അനുവദിക്കപ്പെട്ടത് തന്നെ എമ്പാടും ഈ ലോകത്ത് നമ്മൾക്ക് ആസ്വദിക്കാനുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ നമുക്ക് ദോഷം ചെയ്യുന്നത്, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമാണ് ഇസ്ലാം നമ്മളിൽ നിന്ന് നിഷിദ്ധമാക്കിയത്. സദാചാരബോധം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ കണിശമായ നിർദ്ദേശമാണ്. വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം വലാ തഖറബുസ് സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് ഖുർആൻ ആണയിട്ട് സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന എല്ലാ കവാടങ്ങളെക്കുറിച്ചും കൃത്യമായും നമ്മെ ബോധവൽക്കരിക്കുകയും ചെയ്തു. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൈകൾ കൊണ്ട്, കാലുകൾ കൊണ്ട് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഓരോന്നും വളരെ കൃത്യമായി നമ്മൾക്ക് വിശദീകരിച്ചു. അതുകൊണ്ട് ഹറാമായത് കാണരുത്, കേൾക്കരുത്, പറയരുത്, സ്പർശിക്കരുത്, അതിലേക്ക് നടന്നെടുക്കരുത്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖ്ലുവന്ന അഹദുകും ബിംറഅ ഇല്ലാ മഅ ദി മഹറം. ഒരു പെണ്ണിൻ്റെ കൂടെ, ഒരു അന്യ സ്ത്രീയുടെ കൂടെ ഒരു പുരുഷനും ഒരു റൂമിലും ഒരു സ്ഥലത്തും ഒറ്റക്കാകാൻ പാടില്ല. ആ പെണ്ണിൻ്റെ കൂടെ പെണ്ണിന് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട മഹറമായിട്ട് ഉള്ള ഒരു വ്യക്തി ഇല്ലാതെ. സ്ത്രീകളുടെ സമീപത്ത് നിങ്ങൾ പ്രവേശിക്കരുത്, ഒറ്റയ്ക്ക് നിങ്ങൾ കയറിപ്പോകരുത്. സഹാബികൾ ചോദിക്കുന്നു, റസൂലേ, ഞങ്ങൾ ഹമുവാണെങ്കിലോ ഹമുവിന് പ്രവേശിച്ചുകൂടെ? ആരാണ് ഹമുവ്? ഭർത്താവിൻ്റെ അനുജനോ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ ഭർത്താവിൻ്റെ അടുത്ത കുടുംബക്കാരോ? അവർക്ക് പോലും ഒരു പെണ്ണിൻ്റെ സമീപത്ത് പ്രവേശിച്ചുകൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഹമു അൽ മൗത്ത്. ആ ഹമുവാണ് ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരും സഹോദരങ്ങളുമാണ് മരണം, ഏറ്റവും കൂടുതൽ അപകടം. അത്രത്തോളം ഇസ്ലാം കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി സഹോദരന്മാരെ മനുഷ്യൻ്റെ സദാചാരബോധം ആണയിട്ടുറപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തനിക്ക് കല്യാണം കഴിക്കാൻ അനുവാദമുള്ള, തനിക്ക് വിവാഹം ചെയ്യാൻ അനുവാദമുള്ള ഒരു പെണ്ണിനെ സ്പർശിക്കുന്നത് പോലും നിനക്ക് വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത, നിനക്ക് വിവാഹബന്ധം അനുവദിക്കപ്പെട്ട ഒരു പെണ്ണ് നീ നിന്റെ കുടുംബത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ അന്യ പെണ്ണാണ് നിനക്ക്. അവളെ തൊടുന്നതിനേക്കാൾ, അവളെ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്കതിനേക്കാൾ ഉത്തമം നിന്റെ തലയിൽ ഒരു സൂചിമുന കൊണ്ട് തലയിലേക്ക് അത് അടിച്ചു കയറ്റലാണ്, തല കീറിമുറിക്കലാണ് എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സൂക്ഷിക്കേണ്ട ഓരോ തലങ്ങളിലും ലാ തുസാഫിരിൽ മർഅത ഇല്ല മഅ ദി മഹറം. മഹറമില്ലാതെ ഒരു പെണ്ണ്
രാപ്പകലുകൾ ദൈർഘ്യമുള്ള ഒരു യാത്ര പെണ്ണ് നടത്താൻ പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. ഇങ്ങനെ ഓരോ മേഖലകളിലും പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ സദാചാരബോധത്തെ കാത്തു സൂക്ഷിക്കാൻ ഇസ്ലാം കണിശമായ ചില നിർദ്ദേശങ്ങളുണ്ട്. എന്തിനാണിത്? ഇന്നിൻ്റെ ലോകം നോക്കിയാൽ മതി, ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ കഥകൾ നോക്കിയാൽ മതി. സ്വന്തം ഉമ്മക്ക് ബാപ്പയെ വിശ്വാസമില്ലാത്ത കാലം, സ്വന്തം ബാപ്പക്ക് മകളിൽ മക്കൾ പിറക്കുന്നു, മകൾ ബാപ്പയെ കൊണ്ട് ഗർഭിണിയാകുന്നു. അതേപോലെ തന്നെ മകനോളം, മകൻ്റെ കൂട്ടുകാരനോളം, മകനോളം പ്രായമുള്ള മകൻ്റെ കൂട്ടുകാരനോടൊപ്പം പ്രവാസിയുടെ ഭാര്യമാർ ഒളിച്ചോടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. വേണ്ട, ബാപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ട, കുടുംബക്കാരെ വേണ്ട, ഭർത്താവിനെ വേണ്ട, ഭാര്യയെ വേണ്ട. സദാചാരം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്, അതല്ല നാണം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് ആ നിലക്ക് അവസാന കാലത്തോടെടുക്കുമ്പോൾ കഴുതകൾ നടുറോഡിലിട്ട് വ്യഭിചരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ കാമങ്ങളും വികാരങ്ങളും പൂർത്തിയാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് പെൺ സമൂഹത്തെ കാമക്കണ്ണുള്ള ആളുകൾ കണ്ടുകൊണ്ട് ആ നിലയിലേക്ക് സമൂഹം അധപ്പതിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും കൃത്യമായി കണക്കിലെടുത്ത ഇസ്ലാം യുവാക്കളോട് പറയുന്നു, യുവാക്കളെ, ഈ വിഷയത്തിന് പരിഹാരം, സമൂഹത്തിൽ നടക്കുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കുള്ള പരിഹാരം യുവത്വത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല. ഇസ്ലാം പറയുന്നു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ് ഫഇന്നഹു അഗളു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. യുവസമൂഹമേ, വിവാഹത്തിൻ്റെ സാധ്യത നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ, അഥവാ വിവാഹത്തിനുള്ള ഒരുപാട് പണമല്ല, നല്ല ജോലിയല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്, വിവാഹത്തിൻ്റെ സാധ്യതയാണ്. ഒരു പെണ്ണിനെ, ആ പെണ്ണിനോടുള്ള കടമകൾ നിർവഹിക്കാനുള്ള പ്രാപ്തി, ആ യൗവനപ്രായം നിനക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നീട്ടിവെക്കാൻ പാടില്ല. ഫൽ യതസവ്വജ്, അവൻ കല്യാണം കഴിക്കട്ടെ, അവൻ വിവാഹം ചെയ്യട്ടെ. എന്തിനാണ് വിവാഹം? ഫഇന്നഹു അഗളു ലിൽ ബസർ, അവൻ്റെ കണ്ണിനെ താഴ്ത്താൻ, അവൻ്റെ ദൃഷ്ടികളെ താഴ്ത്താൻ അതൊരു പരിഹാരമായിട്ട് മാറും. വഅഹ്സനു ലിൽ ഫർജ്, അവൻ്റെ ലൈംഗിക അവയവങ്ങളെ ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കാനും ഈ യുവാവിന് ഈ കല്യാണത്തിലൂടെ കഴിയും. സാധിക്കുന്നില്ലേ? സാധ്യമാകുന്നില്ലേ? ഫമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം, സാധിക്കാത്ത ആളുകൾക്കുള്ള പരിഹാരം നോമ്പാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. സഹോദരന്മാരെ, കുടുംബജീവിതത്തിൻ്റെ ആദ്യത്തേതാണ് വിവാഹം. വിവാഹത്തിലൂടെയാണ് രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്ന ഒരാണും പെണ്ണും ഒന്നാകുന്നത്. എന്തിനാണ് വിവാഹമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദൃഷ്ടിയെ താഴ്ത്താൻ, ഹറാമുകളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന് അവൻ്റെ കണ്ണുകൾക്കുള്ള ഒരു പരിഹാരം അത് വിവാഹം മാത്രമാണ്. അതേപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് അവൻ്റെ ലൈംഗികതയുടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഹറാമുകളിലേക്ക് എത്താതിരിക്കാനുള്ള പരിഹാരം തനിക്കനുവദിച്ച പെണ്ണിൻ്റെ സമീപത്തേക്ക് പോകല, അതും ഈ വിവാഹത്തിലൂടെ കഴിയുന്നു. പക്ഷേ ഇന്നും സമൂഹം പല അന്ധവിശ്വാസത്തിൻ്റെയും പേരിൽ, അതല്ല മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടും മുഅ്മിനാണെന്ന് പറഞ്ഞിട്ടും ഈമാൻ മനസ്സിൽ ഉറക്കാത്തതിൻ്റെ പേരിൽ എത്രയോ പ്രായമുള്ള ആളുകൾ 25ഉം 26ഉം 27ഉം വയസ്സ് കഴിഞ്ഞിട്ട് പോലും കല്യാണം കഴിക്കുന്നില്ല. എന്താ കാരണം പറയുന്നത്? ജോലി ശരിയായിട്ടില്ല, തനിക്ക് ജോലി ശരിയായിട്ടില്ല, കയ്യിൽ പണം വന്നിട്ടില്ല, ഗൾഫിലേക്ക് വന്ന കടം തീർന്നിട്ടില്ല. ആളുകൾ പറയുന്ന ന്യായങ്ങളാണിത്, കുഫിരിയത്താണ് പറയുന്നത് എന്ന ബോധം പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. കല്യാണവും പണവും തമ്മിൽ ഒരു ബന്ധവുമില്ല, സമ്പത്തും വിവാഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കയ്യിൽ മുഴുവനും കാശ് കെട്ടി, അതല്ലെങ്കിൽ ഒരുപാട് താൻ ആഗ്രഹിച്ച മുഴുവൻ സമ്പത്തുകളും ശേഖരിച്ച് ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വിവാഹ ജീവിതം സുഖത്തോടു കൂടിയായിരിക്കുമെന്ന് ഒരാളും ഇതുവരെ തെളിയിച്ചിട്ടുമില്ല. ദിവസങ്ങളോളം കല്യാണം നടത്തിയ, ലക്ഷക്കണക്കിന് രൂപ പൊടിപൊടിച്ച കല്യാണം നടത്തിയ ആളുകളൊക്കെ നാളുകൾ കഴിയുമ്പോൾ ആ കല്യാണ ബന്ധങ്ങൾ വേർപെട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്തേ പ്രിയപ്പെട്ടവരെ,
പണം കല്യാണവും തമ്മിൽ ഒരു ബന്ധവുമില്ല, ജോലിയും കല്യാണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. മറിച്ച് ആ മനുഷ്യൻ വിശ്വസിക്കുന്നു, എനിക്ക് വിവാഹത്തിൻ്റെ പ്രായമായിട്ടുണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആ നിലക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് സാധ്യത എത്തിക്കഴിഞ്ഞാൽ താമസിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. സമൂഹത്തോട് പറയുന്നു അല്ലാഹു തആല, വഅൻകിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി. നിങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവരെ വിവാഹം ചെയ്യിപ്പിക്കേണ്ട ബാധ്യത സമുദായമേ നിങ്ങൾക്ക്, സമൂഹത്തിൻ്റെ ബാധ്യതയാ. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ വിവാഹം ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പണമില്ലാത്തത് കൊണ്ട് ഒരാളും കല്യാണം കഴിക്കാതിരിക്കാൻ പാടില്ല, സമ്പത്തില്ലാത്തത് കൊണ്ട് വിവാഹം വൈകിപ്പിക്കാൻ പാടില്ല, ജോലി ശരിയാകാത്തത് കൊണ്ട് വിവാഹം വൈകിപ്പിക്കാൻ പാടില്ല. എല്ലാത്തിൻ്റെയും പരിഹാരം അള്ള പറയുന്നു, ഇവർ പാവപ്പെട്ടവരാണോ, വരൻ്റെ കയ്യിൽ കാശില്ലേ, പണമില്ലേ, ദരിദ്രനാണോ, യുഗ്നിഹുമുല്ലാഹ്, ആ മനുഷ്യനെ അല്ലാഹു തആല ധന്യത നൽകും. മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന്. ഇതുവരെ അവൻ ജീവിച്ചത് അവൻ്റെ കഴിവ് കൊണ്ടല്ല. നമ്മൾ ആരും പ്രിയപ്പെട്ട സഹോദര സഹോദരി ജീവിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല എനിക്ക് ഈ ജോലി കിട്ടിയത്, എൻ്റെ ബുദ്ധി കൊണ്ടല്ല എൻ്റെ കയ്യിൽ ഈ സമ്പത്ത് വന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എൻ്റെ കയ്യിൽ ഈ സമയത്ത് ഈ സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത്. നാളെ റബ്ബിൻ്റെ തീരുമാനമാണോ ഇന്ന് ഞാൻ സമ്പാദിച്ചത് മുഴുവനും മറ്റൊരാളിലേക്ക് നീങ്ങിപ്പോവുകയാണ് അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിൽ ലോകം മുഴുവൻ തടുത്താലും നമ്മുടെ കയ്യിൽ ആ സമ്പത്ത് നിൽക്കില്ല, അത് നീങ്ങിപ്പോയേ പറ്റൂ. അത് അള്ളാഹുവിൻ്റെ കയ്യില അതിൻ്റെ നിയന്ത്രണം. ആരും പണം കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല, ആരും സമ്പത്ത് കൊണ്ട് വ്യാമോഹങ്ങൾ കെട്ടിപ്പടുക്കാൻ പാടില്ല. ഇത് നീങ്ങുന്ന തണലാണ്, നീങ്ങിപ്പോകുന്ന തണലാണ്. ഒരാളുടെ കയ്യിൽ മാത്രം സമ്പത്ത് ഒരു കാലത്തും നിലനിൽക്കില്ല, അത് നീങ്ങിക്കൊണ്ടേയിരിക്കും, അത് പോയിക്കൊണ്ടേയിരിക്കും. അള്ള ഇന്ന് നമ്മളെ ഏൽപ്പിച്ചു, അള്ള കൃത്യമായി നോക്കുന്നു. ഇവൻ ഈ മനുഷ്യൻ, ഈ മുസ്ലിം ഇന്ന ആളുകളെയൊക്കെ ുന്നുവോ, അനാഥകൾക്ക് ആ പണം ഉപകരിക്കുന്നുവോ, പാവപ്പെട്ടവരിലേക്ക് അത് എത്തുന്നുവോ, എത്തുന്ന കാലത്തോളം ഇവൻ്റെ കയ്യിൽ അള്ള ആ പണം നിലനിർത്തിക്കൊണ്ടേയിരിക്കും. റസൂലുള്ള പറയുന്നു, ഇവൻ്റെ കയ്യിൽ പണമുണ്ടായിട്ടും ഈ കടമകളൊന്നും നിർവഹിക്കുന്നില്ല എങ്കിൽ ഇവൻ അറിയാതെ തന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്പത്ത് നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. വല്ലാഹ്, അത് അള്ളാഹുവാണ് സത്യം. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതാണ് ധനത്തിൻ്റെ കാര്യം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ നമ്മുടെ മക്കളോ ജ്യേഷ്ഠാനുജന്മാരോ ഒരാളും പ്രിയപ്പെട്ട സഹോദരി സഹോദര പണത്തിൻ്റെ കാരണത്തിൻ്റെ പേരിൽ, ജോലിയുടെ കാരണത്തിൻ്റെ പേരിൽ വിവാഹം ചെയ്യാതിരിക്കാൻ പാടില്ല. യൗവനപ്രായത്തിലുള്ള എല്ലാ യുവാക്കളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയാണ്, വിവാഹം കഴിച്ചേ പറ്റൂ. പറ്റുന്നില്ലേ, സാധിക്കുന്നില്ലേ, നോമ്പാണ് അതിൻ്റെ പരിഹാരമെന്നും പറയുന്നു. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഒരാൾ വന്ന് പറയുന്നു, റസൂലേ കല്യാണം കഴിക്കണം. എൻ്റെ കയ്യിലുള്ളത് ഒന്നുമില്ല, കയ്യിൽ ഒന്നുമില്ല, ഒരു ഇരുമ്പിൻ്റെ മോതിരമുണ്ടെങ്കിൽ അതെങ്കിലും മെഹറായിട്ട് നൽകിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതുമില്ല റസൂലെ കയ്യിലെന്ന് പറയുകയാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? പോയി ജോലി ചെയ്ത് സമ്പാദിച്ചു വാ എന്ന് പറഞ്ഞോ? നീ കുറച്ച് ജോലി ചെയ്യുമെന്ന് പറഞ്ഞോ? ഇത്ര പണം ലഭിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞോ? ഇല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിനക്ക് എത്ര ആയത്ത് മനഃപ്പാടമുണ്ട്? ഇന്ന സൂറത്തുകളിലെ ഇന്ന ആയത്തുകൾ മനഃപ്പാടമുണ്ട് റസൂലെ. എങ്കിൽ അതിൽ നിന്നുള്ള ഇത്ര ആയത്തുകൾ ആ പെണ്ണിന് പഠിപ്പിച്ചു കൊടുത്ത് അത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലേ? പണമില്ലാത്തത് കൊണ്ട് വിവാഹം ചെയ്യണ്ട എന്ന് ഇസ്ലാം പറയുന്നില്ല. നമ്മളാ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നു, അനുജന്മാരോട് പറയുന്നു. എന്തുകൊണ്ട്? നമുക്ക് അല്ലാഹുവിൽ തവക്കുൽ എന്ന ബോധം നമ്മൾക്കില്ല. ഇതുവരെ ഞാൻ ജീവിച്ചതൊക്കെ എൻ്റെ കഴിവാണ് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ചിന്ത. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 പേരെ അല്ലാഹു തആല സഹായിക്കുക തന്നെ ചെയ്യും. അതിലൊന്നാരാണ്? തൻ്റെ കണ്ണ് ഹറാമുകളിലേക്ക് പോകുന്നത് പിടിച്ചു വെക്കുന്ന ഒരു മനുഷ്യൻ. എന്നിട്ടോ ആ മനുഷ്യൻ കല്യാണം കഴിക്കുകയാണ്. തൻ്റെ ചാരിത്രശുദ്ധി നിലനിർത്താൻ വേണ്ടി,
താൻ ഹറാമിലേക്ക് എത്താതിരിക്കുന്നത് പേടിച്ചുകൊണ്ട്, ഹറാമിലേക്ക് എത്തുന്നത് പേടിച്ചുകൊണ്ട് അതിനുവേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു മനുഷ്യൻ, കയ്യിലവൻ്റെ കയ്യിൽ പണമില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും ആ മനുഷ്യനെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന് അല്ലാഹു തആല സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ബോധത്തിൽ വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ സമൂഹത്തോട് പറയാൻ. വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം കഴിക്കാത്ത ആളുകളാ നാട്ടിൽ സകല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്, സകല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ആരെയും ഉമ്മയെ പേടിയില്ല, ബാപ്പയെ പേടിയില്ല, ഒരു ഉത്തരവാദിത്ത ബോധമില്ല. രാവിലെ വീട് വിട്ടിറങ്ങിയാൽ പാതിരയോളം പുറം ലോകങ്ങളിൽ, മാർക്കറ്റുകളിൽ കറങ്ങി നടക്കുന്ന ആളുകൾ. സമൂഹത്തിനും നാട്ടുകാർക്കും വിശിഷ്യ കുടുംബത്തിന് പോലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ആളുകൾ അല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെയൊന്നും കുടുംബങ്ങളിൽ ഇതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വിവാഹത്തിൻ്റെ സാധ്യത എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കണമെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഉപദേശം, നസീഹത്ത് നടപ്പാക്കലാണ്. രണ്ടോ, എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു? ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങളുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ. പ്രവാസികൾ നാട്ടുകാരറിയാതെ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുള്ള ജോലിയും ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് എത്തിയാൽ അത് ആ പണം മുഴുവനും നാട്ടുകാരുടെ മുമ്പിൽ ഒരു പൊങ്ങച്ചത്തിന് അതിനുവേണ്ടി ദൂർത്തടിക്കുകയാണ്. പ്രവാസിയുടെ കല്യാണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നത്. പണക്കാർക്കൊരു ദിവസം, പാവപ്പെട്ടവർക്ക് മറ്റൊരു ദിവസം, ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികൾക്ക് വേറൊരു ദിവസം, അല്ലേ? എന്തൊക്കെ രീതിയിൽ വലിയ കച്ചവടക്കാരനും തമ്മിൽ, അല്ലേ? അവൻ്റെ മകളും ഇവൻ്റെ മകനും തമ്മിലുള്ള വിവാഹം. ഇങ്ങനെയാ അന്വേഷണങ്ങളും കല്യാണങ്ങളും ഒക്കെ നടക്കുന്നത് ഈ രീതിയിൽ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നാളുകൾ മാത്രമേ ആ കല്യാണത്തിനുള്ള ഒരു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നുള്ളൂ. വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നു. എന്തുകൊണ്ട്? മനസ്സൊടുക്കാത്ത, പരസ്പരം പൊരുത്തമില്ലാത്ത ആളുകൾ തമ്മിലായിപ്പോയി കല്യാണം കഴിച്ചത്. ബിസിനസ്സും തമ്മിലായിപ്പോയി, സ്വത്തും തമ്മിലായിപ്പോയി, അല്ലേ? സ്വത്ത് പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് കുടുംബത്തിനെ തന്നെ ഏതോ ഒരു പെണ്ണിനെ തന്നെ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇവളെ കൊണ്ട് നിർബന്ധിച്ച് ആ വ്യക്തിയെ കല്യാണം കഴിക്കണമെന്ന് മകളോട് ബാപ്പ പറയുന്നു. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുവസമൂഹമേ, വിവാഹം ചെയ്യുമ്പോൾ മരണം വരെ നിങ്ങളുടെ കൂടെ കിടക്കുന്ന ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറെ നിങ്ങൾ കരുതലോടുകൂടി ഇരിക്കേണ്ടതുണ്ട്. പറയുന്നു, തുങ്കഹുൽ മർഅ ലിഅർബഇൻ ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. സമൂഹത്തിൽ നിനക്ക് കാണാം ആളുകളൊക്കെ വിവാഹം ചെയ്യുന്നത്, ഒന്ന് പെണ്ണിൻ്റെ ധനം നോക്കിയിട്ട്, പെണ്ണിൻ്റെ പണം നോക്കി കല്യാണം കഴിക്കുന്നു. എനിക്ക് സ്ത്രീധനൊന്നും വേണ്ട ആളുകൾ പറയും, പക്ഷേ പണമുള്ള കുടുംബത്തിലേ കല്യാണം കഴിക്കൂ. എന്തിനാ? അതൊക്കെ എനിക്ക് അനുഭവിക്കണമെന്നുള്ള ഒരു ഉൾബുദ്ധിയുണ്ട് ഈ പിശാചിൻ്റെ മനസ്സിലും, അല്ലേ? ആ നിലക്ക് പെണ്ണിൻ്റെ പണം നോക്കി കല്യാണം കഴിക്കുന്ന മനുഷ്യരുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ലാ തുസവ്വിജൂഹുന്ന ലി അംവാലിഹിന്ന ഫഅസാ അംവാലുഹുന്ന അൻ തദ്ഗിയഹുന്ന. പണം നോക്കിയിട്ടൊരു പെണ്ണിനെയും നിങ്ങൾ കല്യാണം കഴിക്കല്ലേ. ആ പെണ്ണ് ആ പണം കാരണത്താൽ നിന്നെ ഒരുപാട് പ്രയാസപ്പെടുത്താൻ സാധ്യതയുണ്ട്. പണം നോക്കി കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണ പണം കൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിക്കും. ഇനിയല്ല, പെണ്ണിൻ്റെ കുടുംബക്കാരൻ ശ്രദ്ധിക്കണം. പണം നോക്കിയിട്ടാണ് എന്നെ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ എൻ്റെ പണം നഷ്ടപ്പെട്ടു പോയാൽ, എൻ്റെ കുടുംബത്തിൻ്റെ പണം അവസാനിക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം എനിക്ക് ദുരിതമായിരിക്കും. ആണും പെണ്ണും ശ്രദ്ധിക്കണം. പണം നോക്കിയിട്ട് ഒരാളെയും കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെയോ നാട്ടിൽ വലിഹസബിഹ, നാട്ടിൽ എല്ലാവരും ചെയ്യുന്നവരാ. തറവാട് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട് നാട്ടിൽ, അല്ലേ? നമ്മളിലെ പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രയോ നാട്ടിൽ എത്ര അനുഭവങ്ങളുണ്ട്, അല്ലേ? എന്തുകൊണ്ട് ചില പെൺകുട്ടികൾക്ക് വരന്മാരെ ഈ സമുദായത്തിൽ നിന്ന് ലഭിക്കുന്നില്ല? ആളുകൾ പറയുന്ന കാരണം ആ പെണ്ണിൻ്റെ ഉമ്മ മുസ്ലിം ആയതാണ് പോലും, അല്ലേ? ആ പെണ്ണിൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നതാണ് പോലും. അതുകൊണ്ട് ആ പെണ്ണിൻ്റെ കുട്ടിക്ക് വിവാഹം ചെയ്യാൻ ഒരാണിനെ കൊടുക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. ആരാണ്? അങ്ങനെയുണ്ടോ പ്രിയപ്പെട്ടവരെ?
ലോകത്തൊരു മനുഷ്യനും കാഫിറായി പിറന്നു വീഴുന്നില്ല എന്ന് വിശ്വസിക്കേണ്ടവരല്ലേ നമ്മളൊക്കെ? അള്ളാഹുവിൻ്റെ റസൂൽ അതല്ലേ പറഞ്ഞത്? എല്ലാവരും മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്, എല്ലാവരും മുസ്ലിമായിട്ട് ജനിക്കുന്നു. ചില ആളുകൾ ഈ മതത്തിൽ തന്നെ നിലനിൽക്കുന്നു, ചില ആളുകളോ അവൻ്റെ അമ്മയും അച്ഛനും ഉമ്മയും ഉപ്പയും കാരണത്താൽ ജൂതനോ ക്രിസ്ത്യാനിയോ മജൂസിയോ ഹിന്ദുവോ ആരോ ആയി തീരുന്നു. അവർ ആ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ഈ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, അല്ലാതെ ഒരു പുതിയ മതത്തിലേക്ക് കൂടിച്ചേരലല്ല. ജനിച്ച മതത്തിലേക്ക് തിരിച്ചു വരുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെക്കാൾ എത്രയോ റബ്ബിന് ഇഷ്ടപ്പെട്ടവരായത്. നമ്മുടെയൊക്കെ നാട്ടിൽ കേൾക്കുന്ന കഥകളാണിത്. പെൺകുട്ടിക്ക് എത്ര വയസ്സായി, MA കഴിഞ്ഞു, എല്ലാ ക്വാളിഫിക്കേഷനുമുണ്ട്, ദീനീബോധമുണ്ട്, മദ്രസയിൽ പഠിപ്പിക്കുന്നു, അറബിക് കോളേജിൽ പഠിപ്പിക്കുന്നു, എന്നിട്ട് പോലും ഒരാളും കല്യാണം കഴിക്കാൻ വരുന്നില്ല. എന്ത് തെറ്റാ കുട്ടി ചെയ്തത്? കുട്ടിയുടെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നതാണ് പോലും. ഈ തറവാട് നോക്കുന്നത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒക്കെ എളുപ്പമാ. പക്ഷെ നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാടുകളിൽ ഇത് നടപ്പാക്കിയേ മതിയാകൂ. ഏതാദർശവും ഈ വിവാഹത്തിൻ്റെ ആ സമയമെത്തുമ്പോൾ എല്ലാവരും പിന്നെ ഒന്ന് ഒളിക്കലാണ്, എല്ലാവരും പിന്നെ ഒന്ന് ഒളിച്ചോട്ടമാണ്, അല്ലേ? ആ തറവാട് നോക്കി കല്യാണം കഴിക്കുന്ന ആളുകൾ. എന്താ ആണിൻ്റെ കുഴപ്പം? എന്താ പെണ്ണിൻ്റെ കുഴപ്പം? ദീനീബോധത്തിനൊരു കുഴപ്പവും ഇല്ല, പക്ഷെ അവർക്ക് തറവാട് പോലെ പോലും. എന്താ? ആ പെണ്ണിൻ്റെ കുടുംബത്തിലെ ഏതോ വകയിൽപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ, ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്താൻ വേണ്ടി ഖബർ കുഴിക്കുന്ന ഒരു പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് പോലും ഒന്നത്. പിന്നെയോ തറവാട് പോരാ, ആ കുടുംബത്തിലെ പെണ്ണിനെ വേണ്ട നമ്മൾക്ക്. ഉമ്മ പറയാണ് ആ കുടുംബത്തിലെ പെണ്ണിനെ വേണ്ടേ. എന്തുകൊണ്ട്? ആ കുടുംബത്തിലെ ആ പെണ്ണിൻ്റെ ബാപ്പയുടെ അകന്ന ബന്ധത്തിലെ ഏതോ ഒരു വ്യക്തി നാളെ പരലോകത്ത് പടച്ചിറപ്പിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം ലഭിക്കുന്നവരാണ് അൽ മുഅദ്ദിനൂൻ, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മനുഷ്യൻ. ആ പെണ്ണിൻ്റെ കുടുംബത്തിലെ ഏതോ ഒരുത്തൻ ബാങ്ക് കൊടുക്കുന്ന മുക്രി എന്ന് നമ്മുടെ നാട്ടുകാർ പേരിട്ടു, അല്ലേ? ആ കുടുംബത്തിലും ഇല്ല. തലമുടി വെട്ടുന്ന ബാർബറുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ ഒരാളും കല്യാണം കഴിക്കാനില്ല, അല്ലേ പ്രിയപ്പെട്ടവരെ? ഏത് ജോലിയും അന്തസ്സോടുകൂടി ചെയ്ത് അതിലൂടെ സമ്പാദിച്ച് തിന്നുന്നതാണ് യാചിക്കുന്നതിനേക്കാൾ ഏറ്റവും ഹൈറായത് എന്ന് നമ്മളൊക്കെ പറയുന്നു. പ്രവാസികളെ നമ്മൾ ഓർക്കണം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കൊണ്ടുവരുന്നത് പല അനാചാരങ്ങൾക്കും വെള്ളവും വളവും എല്ലാം നൽകുന്നത് പ്രവാസിയുടെ പണമാണ്. എന്ത് ജോലിയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്, അല്ലേ? ഇവിടെ എന്ത് ജോലിയും നമ്മൾ എടുക്കുന്നു, പക്ഷെ നാട്ടിലെത്തുമ്പോൾ നമ്മൾ ആള് മാറുകയാണ്. ഈ നിലക്ക് തറവാട് നോക്കി കല്യാണം കഴിക്കുന്ന ആളുകൾ സുഹൃത പറയുന്നു, നാട്ടിൽ അതും കാണാം. മൂന്നാമതോ വലി ജമാലിഹ, പെണ്ണിൻ്റെ ഭംഗി നോക്കിയിട്ട്. ഇപ്പോഴത്തെ ഗൾഫുകാരൊക്കെ പറയുന്നതാ, എനിക്ക് സ്ത്രീധനം വേണ്ട, പാവപ്പെട്ട വീടായാലും കുഴപ്പമില്ല, എനിക്കൊരു നിർബന്ധമേ ഉള്ളൂ, അല്ലേ? ചെക്കൻ്റെ ബാപ്പ പറയാണിത്. എൻ്റെ മോനെ കൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങിപ്പിക്കില്ല, പൊന്ന് വേണ്ട, പണം വേണ്ട, സ്വത്ത് വേണ്ട, വലിയ വീട് വേണ്ട, ഒന്നും വേണ്ട, അവൻ ഒന്നേ നിർബന്ധമുള്ളൂ, അവൻ ഗൾഫിൽ നിന്ന് അറബി പെൺകുട്ടികളെയൊക്കെ കണ്ടുവരികയാണ്, അതുകൊണ്ട് മൊഞ്ച് വേണം അവന്, അല്ലേ? ഇതിൽ നിന്ന് കൊടുക്കുന്ന ഓശാന പാടുന്ന കുടുംബത്തിലെ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസവ്വജൂഹുന്ന ലിഹുസ്നിഹിന്ന, ഒരു പെണ്ണിൻ്റെയും ഭംഗി നോക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കല്ലേ. ഭംഗി നോക്കിയിട്ട് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഈ ഭംഗി നിലനിൽക്കുമോ പ്രിയപ്പെട്ടവരെ? ഒന്ന് അയൺ ബോക്സ് കൊണ്ടൊന്ന് പൊള്ളിയാൽ, ഒന്ന് തീപ്പൊള്ളിയാൽ ഈ ഭംഗി അത് പോകുന്നതേയുള്ളൂ, അല്ലേ? ഒരു അപകടം പറ്റിയാൽ അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും ഒരു ദുരന്തം പറ്റിയാൽ, വേണ്ട ഒരു പനി ബാധിച്ചാൽ നമ്മുടെയൊക്കെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ പോകാറില്ലേ, അല്ലേ? സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പെൺകുട്ടികളെ അവരും അഭിമാനിക്കേണ്ടതില്ല. എൻ്റെ ഭംഗി കൊണ്ടാണ് അവൻ കല്യാണം കഴിച്ചതെങ്കിൽ എൻ്റെ ഭംഗി നഷ്ടപ്പെട്ടാൽ അവിടെ നിന്നങ്ങോട്ടുള്ള ജീവിതം ദുരിതപൂർണമായിരിക്കുമെന്ന് പെണ്ണിൻ്റെ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ മകളുടെ മൊഞ്ച് നോക്കിയിട്ട്, ഭംഗി നോക്കിയിട്ട് ഒരാൾ വന്ന് കല്യാണം ആലോചിക്കുമ്പോൾ ആ മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മകളെ, നമ്മുടെ പെങ്ങളെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ ഏൽപ്പിക്കാൻ പാടില്ല. സഹോദരന്മാരെ, നമ്മുടെ അനുജന്മാരും
നമ്മുടെ ആൺകുട്ടികളും ആ നിലക്ക് ഒരു പെണ്ണിൻ്റെ ഭംഗി നോക്കിയിട്ട് മാത്രം കല്യാണം കഴിക്കാൻ അവനും പാടില്ല. അതെപ്പോഴും നിലനിൽക്കുന്ന ഒരവസ്ഥയിലല്ല. മാത്രമല്ല, നല്ല ദീനുള്ള, നല്ല മതബോധമുള്ള, നല്ല സൽ സ്വഭാവമുള്ള ഒരു അടിമപ്പെണ്ണായിരിക്കും, അതല്ലെങ്കിൽ ഒരു കറുത്ത പെണ്ണായിരിക്കും ഇവളേക്കാൾ എത്രയോ നന്നായി തീരുന്നത്, അല്ലേ? എത്ര മൊഞ്ചുള്ളവരൊക്കെ ത്വലാഖ് ചൊല്ലപ്പെടാതിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. സൗന്ദര്യം നോക്കിയിട്ട്, തറവാട് നോക്കിയിട്ട്, പണം നോക്കിയിട്ട് കല്യാണം കഴിച്ച പലരുമല്ലേ ജീവിതം ആഴ്ചകൾ കഴിയുമ്പോൾ ഗതിമുട്ടിയിട്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് എത്തിപ്പോകുന്നത്, അല്ലേ? എന്താ? പുറത്ത് കാണുന്ന വെളുപ്പേയുള്ളൂ, കൽബ് നന്നില്ലെങ്കിലോ, സ്വഭാവം നന്നില്ലെങ്കിലോ പെണ്ണിൻ്റെ അടുത്ത് കിടക്കാൻ പറ്റുമോ, ജീവിക്കാൻ പറ്റുമോ? ആണിൻ്റെ സ്വഭാവം നന്നില്ലെങ്കിലോ, ആണ് വൃത്തികെട്ട വ്യക്തിയാണെങ്കിലോ അടുത്ത് കൂടെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള നാലാമതൊരു വിവാഹത്തെക്കുറിച്ച് പറയുന്നു. നാട്ടിൽ നിനക്ക് കാണാം വലിദീനിഹ. ഇതൊക്കെ നടക്കുമ്പോഴും മതം നോക്കിയിട്ടും കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. മതത്തിൻ്റെ പേരിലും ദീനീബോധത്തിൻ്റെ പേരിലും നാട്ടിൽ പെൺകുട്ടികൾ വിവാഹം ചെയ്യപ്പെടുന്നു. അതെന്തൊക്കെ പറഞ്ഞു? പണം പറഞ്ഞു, തറവാട്, സൗന്ദര്യം, മതബോധം. എന്നിട്ട് റസൂലുള്ളാ പറയാണ്, ഇത് നാലും നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളാണ്. മുസ്ലിമായ ചെറുപ്പക്കാരാ, നീ വിവാഹം ചെയ്യേണ്ടത് ഫൾഫർ ബിദാത്തിദ്ദീൻ. ഫൾഫർ, നീ വിജയിച്ചോ, കല്യാണം കഴിച്ചോ എന്നല്ല, നീ വിജയിച്ചോ. ബിദാത്തിദ്ദീൻ, ഒരു മതബോധമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് നീ വിജയിച്ചോ. അതുകൊണ്ടേ വിജയിക്കൂ. തറവാട് കൊണ്ട് ജയിക്കില്ല പ്രിയപ്പെട്ടവരെ, പണം കൊണ്ട് ജയിക്കില്ല, സൗന്ദര്യം കൊണ്ട് വിജയിക്കില്ല, അല്ലേ? എത്രയോ നടന്മാരും നടിമാരും ലോകത്തെ വിറപ്പിച്ച, നാടിനെ വിറപ്പിച്ച കല്യാണങ്ങൾ, പക്ഷെ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു അതുപോലത്തെ ഒരു വീടെനിക്കുണ്ടെങ്കിൽ, അതുപോലത്തെ ഒരു വാഹനം എനിക്കുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആ വീടിൻ്റെ ഉള്ളറകളെപ്പറ്റി നമ്മൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. നേരെ മറിച്ചോ, ചെറ്റക്കുടിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മളൊക്കെ കാണാറില്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നാടുകളിൽ ടെലിഫോൺ കേബിളുകൾ കുഴിക്കുമ്പോൾ ഭാര്യയും ഭർത്താവ് മണ്ണ് കോരി, അല്ലേ, അത് പുറത്തേക്കിടുമ്പോൾ അത് ദൂരഭാഗത്തേക്ക് മാറ്റിവെക്കുന്ന ഭാര്യ, തൊട്ടപ്പുറത്തെ ഒരു മാവിൻ്റെ കൊമ്പിൽ അവരുടെ കുട്ടി ഊഞ്ഞാലാടുകയും ചെയ്യുന്നുണ്ടാകും. കടകളുടെ ഷട്ടറുകൾ താഴ്ത്തപ്പെടാൻ കാത്തിരിക്കുന്നു. എന്തിന്? ഈ കുടുംബം അവിടെ ഒന്ന് അന്തിയുറങ്ങാൻ. ഏത് മഴയത്തും ആ കടത്തിണ്ണയിൽ ഉറങ്ങുമ്പോഴും ഒരു സ്വസ്ഥതക്കേടും അവർക്കുണ്ടാകുന്നില്ല. എന്തുകൊണ്ടാ സഹോദരന്മാരെ? അവർക്ക് അതും ഒരു മസ്കൻ എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും സമാധാനത്തിൻ്റെ ഗേഹങ്ങളായിട്ട് മാറുന്നു. ഇവിടെയോ എയർ കണ്ടീഷൻ റൂമുകളിൽ ഉറങ്ങുമ്പോഴും സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി എത്ര സമയം വൈകിയാലും നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് പുരുഷന്മാർ വീട്ടിലേക്ക് പോകുന്നില്ല. എന്തേ പോകാത്തത്? പോയിട്ടൊരു ഫലവുമില്ല, അല്ലേ? ഒരു യുദ്ധഭൂമിയിൽ പോകുന്ന അന്തരീക്ഷം വീട്ടിലേക്ക് പോകുമ്പോൾ. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല? എന്തേ വരാൻ കഴിയാത്തത്? അവിടേക്ക് പോകുമ്പോഴേ പേടിയാണ്. ഇന്നത്തെ കുടുംബജീവിതം ഈ നിലയിലേക്ക് എത്തിപ്പോയി. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്ന പരിഹാരമാണ് ഏറ്റവും നല്ല പരിഹാരം. പുരുഷന്മാരോട് പറയുന്നു, ഫൾഫർ ബിദാത്തിദ്ദീൻ. ചെറുപ്പക്കാരെ, ഒരു മതബോധം നോക്കിയിട്ട്, മതബോധമുള്ള, ഇസ്ലാമിക ബോധമുള്ള ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചോ. സുബഹിക്ക് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് അസ്വലാമിനന്നൗം എന്ന്, ഉറക്കിനേക്കാൾ ഉത്തമം നമസ്കാരമാണ് എന്ന ബാങ്ക് കേൾക്കുമ്പോൾ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ തട്ടിമാറ്റിയിട്ട് പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ കഴിയാത്ത ഒരു ഭാര്യയ്ക്ക് കുടുംബജീവിതത്തിലെ ഒരു ഭാരങ്ങളും വഹിക്കാൻ കഴിയൂല, ഒന്നും താങ്ങാൻ കഴിയില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ ആ മതബോധമുള്ള ഒരു പെണ്ണിനെ ആയിരിക്കണം നീ കല്യാണം കഴിക്കേണ്ടത്. ഒരിക്കലും ഒരു മുശ്രിക്കത്തായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ പാടില്ല. തൗഹീദുള്ള, ആദർശബോധമുള്ള, ഷിർക്കില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഒരടിമപ്പെണ്ണാണ് അതിനേക്കാൾ നിനക്കുത്തമം. തൗഹീദുള്ള, ഷിർക്ക് ചെയ്യാത്ത ഒരു അടിമപ്പെണ്ണാണ് ആ മുശ്രിക്കത്തിനേക്കാൾ നിനക്കുത്തമം. അവരുടെ സൗന്ദര്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. അതുപോലെ തന്നെ ഒരു പെണ്ണും
ഒരു മുശ്രിക്കായ പുരുഷനെ ഒരു മുസ്ലിം പെണ്ണ് വിവാഹം ചെയ്യാൻ പാടില്ല. ഒരടിമയാണ്, മുസ്ലിമായ ഒരടിമയാണ് അതിനേക്കാൾ ഖൈറെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് സഹോദര സഹോദരി, മരണം വരെ നിലനിൽക്കേണ്ട ബന്ധമാണ് കുടുംബജീവിതം. ഒന്നാമത് പരിഗണിക്കേണ്ടത് വിവാഹത്തിൽ ആദർശത്തിന് തന്നെയാണ്, മതബോധത്തിന് തന്നെയാണ്. മാത്രമല്ല പെണ്ണിൻ്റെ രക്ഷിതാക്കളോടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നു, ഇദാ ഖാതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. നിങ്ങളുടെ പെൺകുട്ടിക്ക് ഒരു അന്വേഷണം വരികയാണ്. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? മൻ തർലൗന ദീന, അവൻ്റെ ദീന് നിങ്ങൾക്ക് തൃപ്തിയാണ്. മതബോധമുള്ള ഒരു ചെറുക്കനെ നിങ്ങളുടെ മോളെ അന്വേഷിക്കാൻ വേണ്ടി വന്നത്. വഖുലുഖ, സൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അന്വേഷിക്കാൻ വേണ്ടി വന്നത്. എന്താ പെണ്ണിൻ്റെ ബാപ്പ പറയുന്നത്? ഒക്കെ ശരിയാകില്ലേ? എല്ലാ ഭക്തിനും പള്ളി പോകുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഈ ഭർത്താവ് വേണ്ട. എന്താ ആ നിലക്ക് പോലും പെണ്ണിൻ്റെ രക്ഷിതാക്കൾ ആ നിലക്കുള്ള ആളുകളെ തിരിച്ചയക്കുന്ന കാലമായി ഇന്നിൻ്റെ ലോകം അല്ലേ? വല്ലാതെ നിസ്കരിക്കൊന്നും വേണ്ട, അതൊന്നും എൻ്റെ മോൾക്ക് വേണ്ട. ഈ നിലയിലേക്ക് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മതബോധമുള്ള സൽസ്വഭാവമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മകൾക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ അന്വേഷണം നടത്തിയാൽ ഫസവ്വിജൂഹു, ആ വ്യക്തിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണേ. വഇല്ല തകുൻ ഫിൽ അർളി ഫിത്ന വഫസാദുൻ അരീൽ, അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ഭൂമിയിൽ മാരകമായ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും അത് മുഖേന അള്ളാഹുവിൻ്റെ ശിക്ഷകളുമായിരിക്കും ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. എല്ലാവരും ഈ കാര്യം ചെയ്താൽ, ഇത്ര ആളുകൾ പറയാറുണ്ട്, എല്ലാവരും നോക്കുന്നത് എന്താ? ചെറുക്കൻ്റെ മതബോധമൊക്കെ സ്വഭാവമൊക്കെ. എന്നാലും പറയാണ് ജോലിയില്ലല്ലോ അല്ലേ, എൻ്റെ മോള് ഇതൊക്കെ പഠിച്ചതാ, പത്രങ്ങളിൽ പരസ്യമാണ്, പത്രങ്ങളിൽ പരസ്യം കാണാം, ഇന്ന കോഴ്സ് കഴിഞ്ഞ വ്യക്തിക്ക് മുൻഗണന അല്ലേ, എല്ലാം ശരിയാ. ഒരു കാറ്റഗറിയിൽ അതല്ലെങ്കിൽ ഒരു കുടുംബത്തിന് യോജിച്ച വ്യക്തികളെ തന്നെ തിരഞ്ഞെടുക്കാം. ഇതൊന്നും പാടില്ല എന്നല്ല പറയുന്നത്, മറിച്ചോ മതബോധം നഷ്ടപ്പെടുത്തിയിട്ട് ദീനീബോധം നഷ്ടപ്പെടുത്തിയിട്ട് അതിനൊരു പരിഗണനയും നൽകാതെ ദുനിയാവിന് വേണ്ടി മാത്രം പരിഗണന നൽകിയാൽ സഹോദരങ്ങളെ, ആ ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ സംഭവിച്ചേ മതിയാകൂ. ഏറ്റവും നന്നാകേണ്ടത് അവരുടെ എല്ലാ നിലക്കുമുള്ള മതബോധവും സ്വഭാവവുമാണ്. കുറേ കാശുണ്ടായിട്ടെന്താ? ഭർത്താവിൻ്റെ കയ്യിൽ കുറേ പണമുണ്ട്, നല്ല സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട്, ഭാര്യയ്ക്കൊരു സമാധാനം കൊടുക്കുന്നില്ല. ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഭാര്യയുടെ കുടുംബത്തിൻ്റെ കയ്യിൽ ഒരുപാട് മുതലുണ്ട്, ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട് എൻ്റെ ഭാര്യയ്ക്ക്. ആളുകളോട് പറയുന്നു എൻ്റെ ഭാര്യ ഡോക്ടറാണെന്ന് അല്ലേ, പറയുന്നു എൻ്റെ അളിയൻ ഇന്നതാ, എൻ്റെ ഭാര്യയുടെ ബാപ്പ ഇന്നതാ, അഭിമാനം പറയുന്നു. ഭാര്യയുടെ സ്വഭാവം തന്നില്ല, ജീവിക്കാൻ പറ്റുമോ കൂടെ? അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ, ഒരു ദുരന്തം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹത്തിൻ്റെ അന്വേഷണ സമയം. നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം. എൻ്റെ കൂടെ മരണം വരെ എൻ്റെ കൂടെ കിടക്കാൻ, എൻ്റെ കൂടെ ജീവിക്കാൻ ഉള്ളവരാണ് എന്നുള്ള ബോധത്തിലായിരിക്കണം നാം കല്യാണത്തിലേക്ക് എത്തേണ്ടത്. ആ നിലക്ക് നാം വിവാഹം ചെയ്യാൻ ഉറപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, ഒരുപാട് ധൂർത്തുകളും ഒരുപാട് അനാചാരങ്ങളും ഇത് മുഖേന സമൂഹത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സിൽ വിവാഹവുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളെക്കുറിച്ചും ധൂർത്തുകളെക്കുറിച്ചും ഇസ്ലാമിക വിവാഹത്തെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാം ഇന്നു മുതൽ കുടുംബജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഭർത്താവിൻ്റെ കടമകളെക്കുറിച്ച്, അതേപോലെ ഭാര്യയുടെ കടമകളെക്കുറിച്ച്, മാതാപിതാക്കളുടെ കടമകളെക്കുറിച്ച്, മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകളെക്കുറിച്ച്, ആ നിലയ്ക്ക് കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ഓരോ ആഴ്ചകളിലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കണം, അർഹമുറാഹിമായ നാഥൻ ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും
അതനുസരിച്ച് ജീവിതം പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഗഫൂറും റഹീമുമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയൊക്കെ ഒരുമിപ്പിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുമാറാകട്ടെ. മരിച്ചവരെ ഷഹീദുകളാക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അല്ലാഹു തആല തോൽപ്പിക്കുമാറാകട്ടെ. എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.